ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 12-ാമത്തെ ഞായർ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. യേശുവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. കാരണം അവന് പ്രകൃതിയ ശക്തികളുടെ മേലുള്ള അധികാരത്തെ, അവൻ്റെ ദൈവത്വത്തെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരികയാണ്. യേശുനാഥൻ മനുഷ്യൻ മാത്രമല്ല, അവിടുന്ന് പൂർണ്ണനായ ദൈവം കൂടെ ആണെന്ന് ശിഷ്യന്മാർക്ക് അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. ഇതിലൂടെ മറ്റു മനുഷ്യരെയും അവിടുന്ന് പഠിപ്പിക്കുന്നത് അവിടുന്ന് ദൈവമാണെന്നാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് സുവിശേഷം പറയുന്നത്. യേശുനാഥൻ ശിഷ്യന്മാരോടൊപ്പം വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കടലും വളരെ ക്ഷോഭം ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായി ശിഷ്യന്മാർ പ്രാർത്ഥിക്കുമ്പോൾ യേശുനാഥൻ അവരെ സംരക്ഷിക്കുന്നു. ഇവിടെ യേശുനാഥൻ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം, നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നാണ്. അപ്പോൾ ഈ വിശ്വാസമില്ലേ എന്ന ചോദ്യത്തിൻ്റെ കാരണം ഉറങ്ങിക്കിടന്ന യേശുനാഥനെ ഇവർ വിളിച്ചുണർത്തിയത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ശിഷ്യന്മാർക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി, പക്ഷേ അവർക്ക് ഭയമായിരുന്നു യേശുനാഥൻ ഇടപെടുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് യേശുനാഥനെ വിളിച്ചുണർത്തേണ്ടി വന്നത് അവർക്ക്. ആ ഭയത്തെയാണ് യേശുനാഥൻ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ യേശുനാഥൻ അവരെ വിളിച്ചുണർത്തിയത് കൊണ്ടോ സഹായം അഭ്യർത്ഥിച്ചത് കൊണ്ടോ അല്ല. അവരുടെ ഉള്ളിൽ ഭയമായിരുന്നു, യേശുനാഥൻ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ അപകടം ഉണ്ടാകുമെന്ന്. അപ്പോൾ അത് സ്വാഭാവികമായി മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. കാരണം ആദ്യകാലം മുതലേ ഈ കടലും വഞ്ചിയും ഒക്കെ ഈ ലോക ജീവിതവുമായി മനുഷ്യ ജീവിതത്തെ ബന്ധപ്പെടുത്തിയിരുന്നതിന് വേണ്ടിയാണ് സുവിശേഷങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. എപ്പോഴും ഈ വഞ്ചി സഭയെയും അല്ലെങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ കടൽ ഈ ലോക ജീവിതമാണ്. ഈ ലോക ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തെയാണ് വഞ്ചി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വഞ്ചിയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണെങ്കിൽ ക്രിസ്തു നമ്മുടെ നാഥൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഭവനത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമുക്കുണ്ടാകേണ്ട വിശ്വാസം അവിടെ നിന്ന് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നാണ്. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തെ ഉലച്ചു കളയും, ഈ വഞ്ചിയെ ഉലയ്ക്കുന്നത് പോലെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്രിസ്തുനാഥൻ ആ വഞ്ചിയിലുണ്ട്, എന്നിട്ടുമാണ് കാറ്റും കടലും ഒക്കെ ക്ഷോഭിക്കുന്നത്, വഞ്ചിയെ അല്ലെങ്കിൽ വള്ളത്തെ ഉലയ്ക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കും. ധീരതയോടെ മറികടക്കാൻ കഴിയും. കാര്യം അധികാരമുള്ള ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. കാരണം ക്രിസ്തു അവർ വിളിച്ചെഴുന്നേൽപ്പിച്ചില്ലായിരുന്നുവെങ്കിലും യേശുനാഥൻ ഉണർന്ന് അവരെ രക്ഷിക്കുമായിരുന്നു അവരുടെ ജീവിതത്തിൽ. കാര്യം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ട സമയം അറിയാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യവും അതിനാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടല്ല അതുണ്ടാകുന്നത്. ദൈവം കൂടെ ഉണ്ട്. ചിലത് ദൈവം അനുവദിക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസത്തെ പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങളായി മാറാം. അപ്പോൾ നമ്മൾ അചഞ്ചലരായി ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അവൻ ഇടപെടുക തന്നെ ചെയ്യും. അപ്പോൾ ഇവർ കരഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോഴാണ് യേശുനാഥൻ എഴുന്നേറ്റ് അവരെ ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നത്. ഇവിടെ ഇവർ കരഞ്ഞ് നിലവിളിക്കുക എന്ന് പറയുന്നത് ഇവരുടെ വിശ്വാസക്കുറവാണ്. അത് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന അല്ല. വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയുടെ പ്രതിഫലമാണ് ക്രിസ്തു അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത്. ആ ഉള്ളവൻ അവരുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള വിശ്വാസം അവർക്കില്ലാതെ പോയി. ഈ വിശ്വാസക്കുറവ് നമുക്ക് ഉണ്ടാകുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കപ്പെടുന്നത് എന്ന ബോധ്യത്തോടു കൂടെ ദൈവത്തെ പരീക്ഷിക്കുന്നവരെ നമ്മൾ മാറരുത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവം ഇടപെടുക തന്നെ ചെയ്യും. അവനറിയാം കൃത്യമായ സമയം. ആ സമയത്ത് അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ. ഇവിടെ വളരെ ചിന്തനീയമായ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. കാരണം യേശുനാഥനോടൊപ്പം വേറെയും വള്ളങ്ങൾ ആ കടലിലുണ്ട്. മറ്റ് വഞ്ചികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ്. യേശുനാഥൻ ഉണ്ടായിരുന്നത് ഒരേ ഒരു വഞ്ചിയിലാണ്. അപ്പം പ്രശ്നങ്ങൾ ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം മറ്റു വഞ്ചിയും ഈ ക്ഷോഭത്തിൽ പെട്ടു പോകുന്നുണ്ട്. പ്രകൃതിയുടെ അല്ലെങ്കിൽ കടലിനെയും കാറ്റിൻ്റെയും ക്ഷോഭത്തിൽ പെട്ടു പോകുന്നുണ്ട്. പക്ഷെ അവരുടെ ഒന്നും വള്ളങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇല്ല. എന്നിട്ടും ഈ ക്രിസ്തുനാഥൻ കടലിനെയും കാറ്റിനെയും ശാന്തമാക്കുമ്പോൾ ആ വള്ളങ്ങളിലും ശാന്തത ലഭിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ ലോകത്ത് ദൈവത്തിൽ വിശ്വസിക്കാത്തവരും ഒക്കെ ഈ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്തവരൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ക്രിസ്തുവിനെ വഹിക്കുന്ന മറ്റു മനുഷ്യരാണ്.
അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇവരോ പ്രാർത്ഥിക്കുന്നില്ല, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട്, പിന്നെ ഞാൻ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോലും അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ക്രിസ്തുനാഥനെ ആ ശിഷ്യന്മാരെ ആ വള്ളത്തിൽ വഹിച്ചത് കൊണ്ടാണ് ആ കടലിന് മുഴുവനും ശാന്തത ലഭിച്ചത്, മറ്റു വള്ളങ്ങളിലുള്ളവരും രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നില്ല എന്ന് കരുതി, ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കരുതി ഞാൻ പ്രാർത്ഥന നിർത്തുന്ന മനുഷ്യനായി മാറരുത്. കാരണം എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും ഈ ലോകത്ത് ഒത്തിരിയധികം അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി തന്നെ തുടരണം. എൻ്റെ ജീവിതം, ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഒരാളായിരിക്കും പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവർ പ്രാർത്ഥിക്കില്ല. എൻ്റെ പ്രാർത്ഥനാ ശൈലി കണ്ട് മറ്റുള്ളവർ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണം. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പൂർണ്ണത ഞാൻ കാണിക്കേണ്ടതാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഉലഞ്ഞു പോകരുത്. ക്രിസ്തു ഉണ്ട്, തീർച്ചയായും അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന്. കാരണം ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. കാരണം അവൻ പിതാവായ ദൈവത്തിൻ്റെ മകനാണ്, അവൻ ദൈവമായ ക്രിസ്തുവാണ്. ക്രിസ്തു ദൈവമായതുകൊണ്ട് ആ ദൈവത്തിന് എന്തിനേയും തരണം ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയും ചങ്കുറപ്പും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. വളരെ മനോഹരമായ ഒരു സംഭവം, അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി ഒരു പട്ടാളക്കാരൻ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സമയം താമസിച്ചു പോയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വാതിലുകളെല്ലാം കൊട്ടിയടക്കപ്പെടുകയാണ്. അദ്ദേഹം പുറത്ത് വളരെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു ബാലൻ വന്ന് ഈ സോൾജർ പട്ടാളക്കാരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, ഞാൻ പ്രസിഡന്റിനെ കാണാൻ വന്നതാണ്, എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത്യാവശ്യമായി അദ്ദേഹത്തെ കണ്ടേ മതിയാവും. അപ്പോൾ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് പ്രതിസന്ധിയിലാണ് അദ്ദേഹം. അപ്പോഴാണ് ഈ ബാലൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് അടഞ്ഞു കിടക്കുന്ന വാതിലുകളുടെ അടുത്തേക്ക് ഇദ്ദേഹം ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടിയെ കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ് വാതിലുകൾ ഓരോന്നായി തുറക്കുകയാണ്. അപ്പോൾ എല്ലാ അടഞ്ഞു കിടന്ന വാതിലുകളും ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് തുറക്കുകയാണ് ഈ കുട്ടിയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ. അങ്ങനെ അവസാനം അവൻ പ്രസിഡന്റിൻ്റെ ചേംബറിനടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ ബാലൻ, പപ്പയെ കാണാൻ ഈ മനുഷ്യൻ വന്നിരിക്കുന്നുണ്ട്, കുറച്ച് സമയം ഈ മനുഷ്യന് വേണ്ടി അനുവദിക്കണമെന്ന്. അപ്പോൾ ഈ ചെറിയ ബാലൻ്റെ വിളി കേട്ടിട്ട് അദ്ദേഹം അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കനാണ്. അദ്ദേഹം തിരിഞ്ഞ് പുഞ്ചിരിയോടുകൂടെ ആ പട്ടാളക്കാരനെ വിളിച്ചിരുത്തി കാര്യങ്ങൾ തിരക്കി അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ബാലൻ്റെ കൈ പിടിച്ച് അദ്ദേഹം നടന്നതുകൊണ്ടാണ്. കാരണം ബാലനെ സംബന്ധിച്ച് അവൻ ഈ പ്രസിഡന്റിൻ്റെ മകനാണ്. മകൻ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കേൾക്കാതിരിക്കാം. ഇതാണ് ക്രിസ്തുവിൻ്റെ കരം പിടിച്ചാലുള്ള ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്. ജീവിതത്തിലെ അടഞ്ഞു കിടക്കുന്ന ഏത് വാതിലുകളും ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാനും അതിനെ അഭിമുഖീകരിക്കാനും കഴിയും. കാരണം അവൻ പിതാവായ ദൈവത്തിൻ്റെ മകനാണ്, അവൻ ദൈവമാണ്. അവൻ്റെ മുൻപിൽ ദൈവം, ക്രിസ്തു നമ്മുടെ കരം പിടിക്കുന്നുണ്ടെങ്കിൽ ഇവന് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിൽ ദൈവം തീർച്ചയായിട്ടും ഇടപെടുക തന്നെ ചെയ്യും. ക്രിസ്തു തന്നെ ഇടപെടുക തന്നെ ചെയ്യും. അതാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ കരം പിടിക്കണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറയുന്നത്. പക്ഷേ വിശ്വാസം ഉണ്ടാവണം അവൻ്റെ കരം പിടിക്കുമ്പോൾ. അവൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നും ഏത് പ്രതിസന്ധികളെയും ഏത് അടഞ്ഞ വാതിലുകളെയും എനിക്ക് തുറന്നു തരുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ കരം മുറുകെ പിടിക്കാം. നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ക്രിസ്തുവിനെ വഹിക്കുന്ന മനുഷ്യരെ നമുക്ക് മാറാം. നമ്മൾ മാത്രമല്ല, നമ്മളിലൂടെ, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ അനേകായിരങ്ങൾ വിശ്വസിക്കാത്തവർ പോലും ചിലപ്പോൾ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കണ്ടെത്തുന്ന നിമിഷങ്ങളുണ്ടാവും. അപ്പോൾ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനെ കരം പിടിച്ചടക്കുന്ന മനുഷ്യരായിരിക്കാനുള്ള ബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.